നിലവിൽ ഇന്ന് എൻ്റെ പഞ്ചായത്തിൽ, എൻ്റെ താലൂക്കിൽ കുറഞ്ഞൊരു 200-നും 500-നും ഇടയിലുള്ള വിത്തുൽപാദകർ, കരിമീൻ വിത്തുൽപാദകരുണ്ട്. നമസ്കാരം. പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ മത്സ്യകൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കായിട്ടാണ് ഈ എപ്പിസോഡ്. ഈ മത്സ്യകൃഷി വളരെ ലാഭകരമായിട്ട് ചെയ്യാവുന്ന ഒന്നാണെന്ന് തെളിയിച്ച ഒരാളാണ് അദ്ദേഹം. അതിലെ ഇപ്പോൾ ഉള്ള ഏറ്റവും വിദഗ്ധരിൽ ഒരാളാണ്. പ്രായോഗിക വിജ്ഞാനം വളരെ ഉള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൽ 2 പ്രത്യേകതകളാണ് എനിക്ക് അദ്ദേഹത്തിൽ ആകർഷകമായിട്ട് തോന്നി. മത്സ്യകൃഷിയുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനം തീർച്ചയായിട്ടും ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം MA എക്കണോമിക്സ് ബിരുദധാരിയാണ്. സാമാന്യം നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നയാളാണ്. നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. ലോകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഏത് വിഷയത്തെക്കുറിച്ചും വളരെ സയൻസും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. സംസാരിക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും. അദ്ദേഹം പക്ഷേ ഒരു കൈലിമുണ്ടും ടീഷർട്ടുമായിട്ട് ഈ മത്സ്യകൃഷിയുടെ ജോലികൾ തന്നെത്താനെ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണ്. കാരണം പുള്ളി പറഞ്ഞത്, ആ ജോലി നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സംതൃപ്തി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു പെർഫെക്ഷൻ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നൊന്നും വരില്ല. പിന്നെ ഇത് എന്നെ സമയം വലിയൊരു ജോലിയില്ല, കുറച്ച് നേരം ജോലി ചെയ്തിട്ട് ഞാൻ വിശ്രമിക്കുകയാണ്, ബാക്കി സമയം യൂട്യൂബിലും മറ്റും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് എന്നാണ്. എന്തായാലും അത് വളരെ ശരിയാണ്. അദ്ദേഹം വളരെ അപ് ടു ഡേറ്റ് ആയി കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മത്സ്യകൃഷി വിജ്ഞാനവും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും നമുക്കൊന്ന് പങ്കുവെച്ച് നോക്കാം. മത്സ്യകൃഷി താങ്കൾ തന്നെത്താനെ കണ്ടുപിടിച്ചതുള്ളതാണോ, അതോ നേരത്തെ പാരമ്പര്യമായിട്ട് അങ്ങനെ ചെയ്തിരുന്നോ? മത്സ്യകൃഷി ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. നേരത്തെ ഞാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ പ്രദേശത്ത് എവിടെയും വ്യാപകമായ മത്സ്യകൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 27-28 വർഷത്തിന് മുമ്പാണ്. അന്ന് അതൊരു ഉപജീവന മാർഗം എന്ന തരത്തിൽ ആരും സ്വീകരിക്കുന്ന ഒരു കാലമല്ല. മത്സ്യം പിടിച്ച ആളുകൾ ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ ഇത് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്നൊരു സാഹചര്യത്തെക്കുറിച്ച് അന്ന് ഒരു ചിന്തയൊന്നും ഉള്ള കാലമല്ല. എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഇത് തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഞങ്ങളുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ മത്സ്യം പിടിച്ച് ഉപജീവനം നടത്തുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എങ്കിലും മത്സ്യകൃഷി എന്ന ചിന്തയൊന്നും വന്നില്ല. ഞാൻ പീഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പം അദ്ദേഹത്തിൻ്റെ പിതാവ് മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അത് കണ്ടപ്പോൾ ഭയങ്കര അതിന് തീറ്റ കൊടുക്കുന്ന സമയത്ത് അന്ന് മുഷിയാണ് വ്യാപകമായിട്ട്. കേരളത്തിൽ എല്ലായിടത്തും മുഷി വളർത്തുന്ന ടൈമാണ്. മുഷിയാണ് ഇന്നത്തെ മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ തീറ്റ അതിനകത്തേക്ക് വാരിയിടുമ്പം ഇതിങ്ങനെ നുരച്ച് മുകളിലേക്ക് കയറി ഒരു പിരമിഡ് പോലാകുന്ന തരത്തിൽ ഭയങ്കരമായി അത് ശരിക്കും പറയാൻ പെട്ടെന്ന് അതിനെ സ്ട്രൈക്ക് ചെയ്തു. പിന്നെ ഒരുപാട് സമയമൊന്നും എടുത്തില്ല. ഞാൻ വീട്ടിന്റെ വാതിക്കൽ ഒരു 10 സെന്റിന്റെ ഒരു പോണ്ട് വീട്ടിന്റെ വാതിക്കൽ ഉണ്ടായിരുന്നു. അത് വളരെ വേഗത്തിൽ തന്നെ വറ്റിച്ച് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ അതിനകത്തേക്ക് മുഷി ഇട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 150-നും 200-നും അകത്ത് രൂപ ഒരു കിലോയ്ക്ക് വിലയുള്ള സമയത്താണ് മുഷിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അതിന് വില കുറയാനുള്ളൊരു സാഹചര്യം പിന്നീട് എവിടെയൊക്കെയോ ടാങ്കുകൾക്കകത്തും സെപ്റ്റിക് ടാങ്കുകൾക്ക് അകത്തൊക്കെ ഓടയിലൊക്കെ ഇത് നുഴഞ്ഞു കയറിയിട്ട് അവിടെ വെച്ച് വളർന്നു എന്ന് പറഞ്ഞിട്ട് ക്രമേണ അതിന്റെ വില ഇടിയാണ്. പിന്നീട് വാള ആണ്, ആസാം വാള. അപ്പൊ ആസാം വാളയിലേക്ക് തിരിഞ്ഞു. പിന്നീട് ഞാൻ ഒരു 4.25 ഏക്കറിലുള്ള ഒരു സ്ഥലത്ത് പാട്ടത്തിന് വന്ന് എടുത്തു. അവിടെ കൃഷി ആരംഭിച്ചു. അവിടുത്തെ ഒരു 12-13 വർഷത്തെ അവിടെ കൃഷി അതുമായി ബന്ധപ്പെട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നിലവിൽ ആ വസ്തു നമ്മൾ വാങ്ങി. 4.25 ഏക്കറോളം ഉള്ള ആ വസ്തു ഇപ്പം നമ്മുടെ ഉടമസ്ഥതയിലാണ്. അത് ഇതിനകത്തു നിന്നുള്ള വരുമാനം തന്നെയാണ്. ഇതിനിടയിൽ ഗവൺമെന്റിന്റെ ഒരു സഹായമുണ്ട്. എങ്ങനെ ഗവൺമെന്റ് സഹായം? ആസാം വാളയും മുഷിയൊക്കെ അന്ന് ഗവൺമെന്റ് സഹായമുള്ള ഒരു ഫിഷ് ആയിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഗവൺമെന്റ് പ്രോജക്റ്റിൽ കട്ട്ല, റൂഹു, ഗ്രാസ് കാർപ്പ് പോലുള്ള മത്സ്യങ്ങൾ ഇവർ തരും. ഇവർ തരുന്ന മത്സ്യത്തിന്റെ പ്രത്യേകത വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും. ഇതിട്ടാൽ സർവൈവ് ചെയ്യത്തില്ല. കാരണം നമ്മുടെ ഈ ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും വളരെ നല്ല വെള്ളത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ വരുന്നത്. ഇവിടുത്തെ നമ്മുടെ വെള്ളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 1,00,000 കുഞ്ഞുങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 2,000-3,000 കൂടുതൽ കിട്ടത്തില്ല. അതിന് കുറെ അത് ചെയ്തു. പക്ഷെ അത് പരാജയം വരുന്നു. അതിനുശേഷമാണ് റെഡ് ബില്ലി വരുന്നത്. നട്ടർ എന്ന പേരിൽ നാട്ടിൽ അറിയപ്പെടുന്ന റെഡ് ബില്ലി എന്ന് പറഞ്ഞ ആ ഫിഷ് വരുന്നു. അതിന്റെ ഒരു ഗുണമേന്മ എന്ന് പറഞ്ഞാൽ ഒരു 8 മാസം കൊണ്ട് 1 കിലോ റേഞ്ചിൽ അത് വളരും. അതിന് ഭയങ്കര എഫർട്ടാണ്. ശാരീരികമായി ഭയങ്കരമായിട്ട് ഈ 10, 15, 16 പെട്ടി കോഴി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 600 കിലോ 700 കിലോ കോഴിയുടെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് വലിയ ചെമ്പിനകത്ത് നമ്മൾ വേവിച്ച് അതിന് വീണ്ടും അത് കോരി ബോക്സിലാക്കി വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ടുപോയി ഈ പോണ്ടുകളെല്ലാം ഇടുക എന്ന് പറയുന്നത് നമ്മളങ്ങനെ ലേബറിന് ഉപയോഗിക്കാറില്ലായിരുന്നു. ഇത് ചെയ്യുന്നത് അന്ന് നമ്മുടെ കൂടെ 1-2 നമ്മുടെ സുഹൃത്തുക്കളും കൂടി ഈ ടീമിനകത്തുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കൊണ്ടിടുവരും. പക്ഷെ അത് പിന്നീട്
വില വീണ്ടും ഇതിൻ്റെയൊക്കെ മത്സ്യത്തിൻ്റെ എല്ലാം വില ഇടിഞ്ഞു വന്നു. അങ്ങനെ ഞാൻ ചെമ്മീനിലേക്കാണ് പിന്നീട് അങ്ങനെയാണ് നമ്മൾ ഇപ്പം ഈ ഇരിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടും. അങ്ങനെ ചെമ്മീൻ ഇട്ട് ആദ്യത്തെ ചെമ്മീൻ ഒരു 76ാമത്തെ ദിവസം കംപ്ലീറ്റ് ചത്തുപോയി. അപ്പൊ ചെമ്മീൻ ആദ്യത്തെ കൃഷിയായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടും ഞാൻ 1-2 സ്ഥലം സന്ദർശിച്ചുള്ള അറിവുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് പലപ്പോഴും അങ്ങനെ കിട്ടുന്ന അറിവുകൾ നമ്മൾ വിജയികളുടെ അനുഭവങ്ങൾ മാത്രമാണ് പലപ്പോഴും നമ്മൾ ആരായുന്നത്. എന്നാൽ പരാജയപ്പെട്ടവന്റെ അനുഭവങ്ങൾക്കായിരിക്കും കൂടുതൽ തീവ്രത. അപ്പൊ ഞാൻ അങ്ങനെ 1-2 കൃഷിയുമായി ബന്ധപ്പെട്ട് പരാജയപ്പെട്ട കുറച്ചു പേരെ ഇങ്ങനെ കണ്ടു. അപ്പൊ അവര് പറഞ്ഞിരിക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ അടുത്ത കൃഷി നടത്തി. വലിയ ലാഭമില്ലെങ്കിലും പരാജയമില്ലാതെ ചെമ്മീൻ കൃഷി ചെയ്തു. അതിനിടയിലാണ് കരിമീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നത്. കരിമീൻ തികച്ച് യാദൃച്ഛികമായിട്ടാണ് നമ്മൾ കരിമീനിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ കരിമീനിന്റെ കൃഷിയാണ് എൻ്റെ ജീവിതത്തെ മാറ്റി മറിച്ചത്. അപ്പൊ കരിമീനിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ തികച്ച് യാദൃച്ഛികമായിട്ട് ഞാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിന്നെ കരിമീൻ കുഞ്ഞുങ്ങൾ കിട്ടാനില്ല, പൊന്നാനിയിലുള്ള ഒരു കക്ഷിയാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്, ഭയങ്കര ദൗർലഭ്യമാണ് കരിമീൻ അനുഭവിക്കുന്നത്, അതുകൊണ്ട് ഏത് വിധേനയും കരിമീൻ്റെ കുഞ്ഞുങ്ങളെ ചെയ്ത് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയും കരിമീൻ്റെ വിത്തുൽപാദനവും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കരിമീൻ ആളുകൾ ചെറിയ തോതിൽ വളർത്തുന്നുണ്ട്, ചെറിയ തോടുകളൊക്കെ ഉള്ളവർ വളർത്തുന്നുണ്ട്. പക്ഷെ കരിമീൻ വിത്തുൽപാദനം എന്ന ഒരു എയിം വെച്ചാരും ചെയ്യുന്നില്ല. ഞാനും സത്യത്തിൽ ആ ഒരു എയിമിലല്ല തുടങ്ങുന്നത്. യാദൃച്ഛികമായി നമ്മുടെ കസ്റ്റഡിയിൽ കൈവശം ഉണ്ടായിരുന്ന കുറച്ച് കരിമീൻ്റെ ബ്രൂഡർ സ്റ്റോക്കിനെ ഈ ചെമ്മീൻ കിടക്കുന്ന പോണ്ടിലേക്ക് നിക്ഷേപിച്ചു. അങ്ങനെ അത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മുട്ട വെച്ചു. അപ്പം നമ്മൾ പ്രതീക്ഷ ഒരിക്കലും ഈ ചെമ്മീൻ കിടക്കുന്നതുകൊണ്ട് മുട്ട ചെമ്മീൻ തിന്നുപോകും എന്നൊരു ഭയം ഉണ്ടായിരുന്നു. എന്നിട്ടും മുട്ട വെച്ചു. ഒരു 20-25 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ നന്നായിട്ട് കാണാൻ പറ്റും. ഒരു 2 സെന്റിമീറ്റർ കുഞ്ഞുങ്ങളായി. അതൊരു 35 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് 2 സെന്റിമീറ്റർ 1 ഇഞ്ച് പ്ലസ് കുഞ്ഞുങ്ങളിലേക്ക് വന്നു. അങ്ങനെ ആദ്യം സർക്കാരിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കൊട്ടേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ആഡ് ചെയ്ത് നമ്മളെ കരിമീൻ വിത്ത് കരിമീൻ കുഞ്ഞുങ്ങൾ ലഭിക്കും. അതിന് വന്ന് ഓർഡർ ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമായിരുന്നു. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ വ്യാപകമായി വന്നു തുടങ്ങി. അന്ന് 1 ഇഞ്ച് കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്ന 6 രൂപയ്ക്ക്, 2 സെന്റിമീറ്റർ കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ കർഷകർ എത്തുന്ന 10 രൂപയ്ക്ക്. ഇതിനിടയിൽ നിൽക്കുന്നവർ 4 രൂപ വരെ മാർജിൻ വാങ്ങുമായിരുന്നു. പിന്നീട് നമ്മൾ 1-2 വീഡിയോസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തപ്പോഴത്തേക്ക് ആൾ ഡയറക്റ്റ് വിളിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ 6 രൂപയ്ക്ക് ഡയറക്റ്റ് കൊടുത്തു തുടങ്ങി. എങ്കിലും നമ്മൾ വരുന്ന കർഷകന്റെ ഒരു മാനസികാവസ്ഥയും കൃഷിയുള്ള താല്പര്യവും വെച്ചിട്ട് പിന്നീട് വില നമ്മൾ നോക്കാനായി. അത് 5 രൂപയ്ക്കും 4 രൂപയ്ക്കും ഒക്കെ കുഞ്ഞുങ്ങളെ കൊടുത്തു തുടങ്ങി. അങ്ങനെ നിലവിൽ ഇന്ന് എൻ്റെ പഞ്ചായത്തിൽ, എൻ്റെ താലൂക്കിൽ കുറഞ്ഞത് 200-നും 500-നും ഇടയിലുള്ള വിത്തുൽപാദകർ, കരിമീൻ വിത്തുൽപാദകരുണ്ട്. അത് കുറച്ചുപേരൊക്കെ ഈ എന്താ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകുന്ന ആളുകളാണ്. ആദ്യത്തെ 1-2 കൃഷിയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഗുഡ് ബൈ അടിക്കാതെ എല്ലാ മേഖലയിലെ തൊഴിലും അതുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് പേര് പോയെങ്കിലും ഒരു എബവ് 50% നിലവിൽ ഈ ഫീൽഡിൽ തുടരുന്നുണ്ട്. നിലവിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അടക്കമുള്ള കേരളത്തിലെ എല്ലായിടത്തും കുഞ്ഞുങ്ങൾ പോകുന്നതിന്റെ ഒരു സെന്റർ നമ്മുടെ മേഖലയാണ്. ഏറെ ആളുകളുണ്ട്. അവർ കുഞ്ഞുങ്ങളെ എടുക്കാൻ വരുന്നവർ നമ്മുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളെ എടുക്കണമെന്നുള്ള വാശിയൊന്നും നമുക്ക് ആ വിഷയത്തിലില്ല. ഇവിടെ ഒരുപാട് പേരുണ്ട്. അവിടെ വന്ന് അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് മാന്യമായ റേറ്റിൽ കിട്ടുന്ന കുഞ്ഞുങ്ങൾ എടുക്കുക എന്നുള്ളേ ഉള്ളൂ. അല്ല സാധാരണ നമ്മൾ പലപ്പോഴും നമ്മളെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രൊമോഷന്റെ ഇതില്ല. കുഞ്ഞുങ്ങൾ ഈ പ്രദേശത്ത് എല്ലായിടത്തും വിത്തുൽപാദനമുണ്ട്. എന്നിട്ട് നല്ല കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യായിരിക്കും ബെറ്റർ. ഓക്കെ. അപ്പൊ ഇതിനിടയ്ക്ക് ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇതിനിടയ്ക്ക് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തി, യൂട്യൂബ് ചാനൽ നടത്തി, കുറെ കാര്യങ്ങൾ ഇതിൽ ചെയ്തല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ വളരെ മനോഹരമായ മലയാളം സംസാരിക്കുന്നുണ്ട്. താങ്കളുടെ ഈ വിദ്യാഭ്യാസ പശ്ചാത്തലം ഒന്ന് പറയാം. വിദ്യാഭ്യാസ പശ്ചാത്തലം എന്ന് പറഞ്ഞാല് 10ാം ക്ലാസ് വരെ പഠിച്ചത് മഹാകവി കുമാരനാശാൻ സ്മാരക നിലവിൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്, ഹൈസ്കൂളാണ്. അവിടുന്ന് വലിയ മാർക്കൊന്നും മേടിച്ച് ജയിച്ചിരുന്നില്ല. അന്ന് സിമ്പിൾ മാർക്കൊക്കെ മേടിച്ച് ജയിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് കാലം MSN കോളേജിലാണ്. സത്യം പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് അന്ന് ഈ ആളുകൾ ജയിക്കുന്ന ഒരു കാലഘട്ടമല്ല. നമ്മൾ ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇംഗ്ലീഷ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള 35 മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ പാട്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായി. ഞാൻ റിസൾട്ട് നോക്കാൻ പോയിരുന്ന ആളാണ്. തൃക്കുന്നപ്പള്ളിയിൽ ഒരു ട്യൂട്ടർ കോളേജ് ഉണ്ട്, വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ. അവിടെ രാജശേഖരൻ സാർ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഭയങ്കര ആത്മാർത്ഥതയുള്ള സാറുണ്ട്. തികച്ച് യാദൃച്ഛികമായി തൃക്കുന്നപ്പോൾ ജംഗ്ഷനിൽ ചായക്കടയിൽ ഇരിക്കുമ്പോഴത്തേക്ക് സാറ് വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഫക്രുദ്ദീന് നീ പ്രീ ഡിഗ്രി ജയിച്ചെന്ന് പറഞ്ഞു. അവർ സാറെ ചുമ്മാ കലിപ്പിക്കല്, കാരണം ഒരു സാധ്യതയില്ലാതെ പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് ഇന്നും ആ നമ്പർ ഓർമ്മയുണ്ട്. 18309 എൻ്റെ പ്രീ ഡിഗ്രി രജിസ്ട്രേഷൻ നമ്പർ.
18,309. സാറാണ് പറഞ്ഞത് ഞാൻ ജയിച്ചെന്ന് പറയും. സത്യം പറഞ്ഞാൽ അതൊരു അത്ഭുതമായിരുന്നു. കാരണം ഞങ്ങളുടെ പ്രദേശത്ത് അങ്ങനെ പ്രീ ഡിഗ്രി ജയിക്കുന്ന ഒരു വളരെ അപൂർവമാണ്. എന്തായാലും അങ്ങനെ ഒരു കടമ്പ കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ തോന്നി ഇത് കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയാണെന്ന് തോന്നി. അങ്ങനെ ഡിഗ്രിക്ക് കായംകുളം MSM കോളേജിൽ ആയിരുന്നു, BA എക്കണോമിക്സ് ആയിരുന്നു. അത്യാവശ്യം സാറന്മാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഷൈ പേഴ്സൺ ആയിരുന്നു. എനിക്ക് ആൾക്കൂട്ടത്തിനിടയിലൂടെ നടക്കുക, സ്ത്രീകളെ വലിയ കൂട്ടത്തോട് സ്ത്രീകൾ നിൽക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ ഇപ്പൊ അത്തരം പേടികളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ഞാന് അങ്ങനെ അവിടെ ഡിഗ്രി, അത് കഴിഞ്ഞ് MA എക്കണോമിക്സ്. താങ്കൾ ഇത് തന്നെത്താനെ ചെയ്തു തുടങ്ങിയെന്ന് പറഞ്ഞല്ലേ? അതെ. അപ്പൊ ഈ വർഷം താങ്കൾ MA എക്കണോമിക്സ് ആണെന്നും പറഞ്ഞു. അപ്പൊ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇത് തുടങ്ങിയത്? അതെ, തീർച്ചയായും. അന്ന് ഈ ജോലി ചെയ്യുന്ന ആളുകൾ കാണുന്നതിലൊക്കെ ഒരു വിഷമം അല്ല? നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് നമുക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടാവുക എന്നുള്ളത് അത് ഏത് തൊഴിലിലെയും പ്രത്യേകതയാണ്. അതല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ട്യൂട്ടർ കോളേജ് പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് MITക്കകത്ത് ബോക്സ് വെച്ച് കെട്ടി ട്യൂട്ടർ കോളേജിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് പഠിപ്പിച്ചതിന് ശേഷം ഞാൻ കൊണ്ടുപോയിരിക്കുന്ന കൈലിയും ഉടുപ്പ് വിട്ടുകൊണ്ട് ആ റോഡ് സൈഡിൽ തന്നെ ഉള്ള പോത്തിനെ വെട്ടുന്ന കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിന്നും ഈ കുടലും മറ്റു സാധനങ്ങളും ഒക്കെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ അവിടെ രക്ഷിതാക്കളെ സമൂഹത്തിലെ മുഴുവൻ ആളിലും കടന്നു പോവാണ്. പക്ഷെ നമുക്ക് ആ തൊഴിൽ ചെയ്യുന്നതിനോട് നമുക്ക് ഭയങ്കര ബഹുമാനവും ആത്മാർത്ഥതയായിരുന്നു. അതുകൊണ്ട് നമ്മളോട് നെഗറ്റീവായി പറയുന്ന ആളുകളോട് നോ പറഞ്ഞ് അവർ ഒഴിവാക്കുക, അവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അവർ വേട്ടക്കാരാണ്. സമൂഹം പലപ്പോഴും വേട്ടക്കാരുടെ രൂപം പ്രാപിക്കാറുണ്ട്. ആ സമയത്ത് അവരോട് നോ പറഞ്ഞ് അവരെ ഒഴിവാക്കുക, നമ്മൾ നമ്മുടെ വഴിയെ മുമ്പോട്ട് പോവുക. അതായിരുന്നു ഞാൻ സ്വീകരിച്ച ഒരു സമയം. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു എത്ര ഏക്കർ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഇവിടെ ഇത് വാട്ടർ ഏരിയ 1 ഏക്കർ 64 സെന്റ് വാട്ടർ ഏരിയയിൽ ആണ് നമ്മൾ ഇരിക്കുന്നത്. 2.5 ഏക്കറോളം ഉണ്ട്. ഇത് കൂടാതെ പിന്നെ ഒരു സ്ഥലത്ത് നമുക്ക് 4.25 ഏക്കർ വേറൊരു സ്ഥലത്തുണ്ട്. അവിടെ എന്റെ അനുജൻ ഗൾഫിലായിരുന്നു. അവൻ ഗൾഫിൽ പോയി ലാൻഡ്രിയിലൊക്കെ പോയി അവന്റെ മുടിയും പോയി എല്ലാം കഷ്ടമായി. ഇപ്പൊ എന്നെ അവനിവിടെ കാണുകയാണെങ്കിൽ ഒരു 10 വയസ്സ് പ്രായവ്യത്യാസം അവന് കൂടുതലായിരിക്കും. പക്ഷെ അവനും ഈ ഫീൽഡിലേക്ക് തന്നെ വന്നു. നിലവിൽ അവരും ഒരുപക്ഷെ എന്നോടൊപ്പം അവനും എത്തിയിട്ടുണ്ട്. നല്ല സാമ്പത്തിക ഭദ്രതയിലും മറ്റു കാര്യം. അപ്പം അവിടെ ഒരു 4.25 ഏക്കറിന്റെ അടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ അവന്റെ ഒരു ഇതും കൂടെ ഉണ്ട്. പിന്നെ ചിങ്കോലി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തുണ്ട്, അവിടെ ഒരു ഏക്കറിന് മുകളിൽ ചെയ്യുന്നുണ്ട്. കരുവാറ്റ ചെയ്യുന്നുണ്ട്. എന്റെ വളരെ ഏകദേശം വെള്ളത്തിന്റെ അളവ് പറഞ്ഞാൽ ഒരു 6 ഏക്കർ വെള്ളം, കൃഷിഭൂമി പറഞ്ഞാൽ ഏകദേശം 10 ഏക്കർ 15 ഏക്കറിന്റെ അടുത്ത് വരുന്നുണ്ട്. വെള്ളം നമുക്ക് എത്ര പണിക്കാരുണ്ട് ഇതില്? ഈ കൃഷിയിൽ നമ്മൾ സ്ഥിരം പണിക്കാരെ ഉപയോഗിക്കുന്നവര് ജോലി ചെയ്യാൻ മടിയുള്ളവർ. എന്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയാം, സ്ഥിരം തൊഴിലാളി ആവശ്യമില്ലാത്തൊരു തൊഴിലാണ്. നമ്മൾ തന്നെ ചെയ്യാണ്. ഇത് 10 പ്രാവശ്യം ഒന്നും നമ്മളിപ്പോ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന പോലെ 8 പ്രാവശ്യം 10 പ്രാവശ്യം ഒന്നും ഇതിന് കൊടുക്കണ്ട. ഞാൻ വരുമ്പോ താങ്കൾ ഇവിടെ ഹാമം കെട്ടി ആടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് നല്ല സുഖകരമായ ദൃശ്യമാണ്. ദിവസം എത്ര മണിക്കൂർ ജോലി വരുന്നുണ്ട് ഇവിടെ വരുന്നത്? ഇപ്പോഴത്തെ ബ്രീഡിംഗ് യൂണിറ്റിൽ നമുക്ക് ജോലി വരുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ പോണ്ട് വറ്റിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഹാർഡ് വർക്കാണ്. നമ്മൾ ഇതിനകത്ത് ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള എന്ത് സാധനം ചെയ്താലും ഇത് പോകത്തില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ തന്നെ സൂക്ഷ്മമായിട്ട് ഇതിന്റെ പുറകിൽ നിന്ന് നമ്മൾ തന്നെയാണ് ഈ സത്യത്തിൽ ഇതിന് നടുക്കൂടെ നടന്നു പോകാന്ന് പറഞ്ഞാൽ ഇച്ചിരി ശ്രമകരമായ പണിയാണ്. ചെളിക്കകത്തൂടെ ഏകദേശം ഒരു 1.5 അടി താഴ്ച ചെളിയുണ്ട്. അതിന്റെ പുറത്തൂടെ 25 കിലോ ഉള്ള കുമ്മായ ചാക്ക് തോളയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പോകുന്നത്. ഞാൻ വേറൊരാളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നില്ല. അതിന്റെ കാരണം അത്ര സൂക്ഷ്മമായിട്ട് ഞാനത് ചെയ്യും. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് കഷ്ടപ്പാടുള്ള പണിയുള്ളൂ. അത് കഴിഞ്ഞാൽ ബ്രീഡിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ പോണ്ടിനോട് ചേർന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല. തീറ്റ കൊടുക്കണം. ആ തീറ്റ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ അകന്നു നിന്നായിരിക്കും തീറ്റ ഇടുന്നത്. മറ്റേന്ന് പറയുന്നത് നമ്മൾ പോണ്ടിന്റെ അടുത്ത് വന്ന് നമുക്ക് കാണത്തക്ക തരത്തിലായിരിക്കും. ഇതങ്ങനെ വളരെ അകലെ നിന്ന് സാധാരണ കൊടുക്കുന്നതിന് ഒരു 10% തീറ്റ കൊടുത്താൽ മതി. അത് ഒരു നേരമേ കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോകും, അവിടെ ഇതേപോലെ കൊടുക്കും. ഇപ്പൊ നിങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്. ഞാൻ അടുത്ത സ്ഥലത്ത് പോകും. ഇങ്ങനെ പോയി തിരിച്ചു ചെല്ലുമ്പോൾ രാത്രി 12 മണിക്ക് മുമ്പ് വളരെ അപൂർവമായി മാത്രമേ ഞാൻ വീട്ടിൽ ചെല്ലാറുള്ളൂ. വയനാടേക്ക് വിശ്രമിക്കാൻ സമയം കിട്ടുന്നത് എല്ലായിടത്തും ഇതേപോലെ ഇതെല്ലാം അപ്പുറത്ത് ഇതിനൊക്കെ കുറച്ചൊരു ബെറ്റർ ഷെഡ് ഉണ്ട്, വിശ്രമ കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കും. ഭക്ഷണം അതിനിടയ്ക്ക് നടക്കുമോ? ഭക്ഷണം ഉച്ചയ്ക്ക് അവൾ ഭാര്യ എവിടെയാണെന്ന് വിളിച്ച് ചോദിക്കും. അവിടേക്ക് അവൾ ഭക്ഷണം കൊണ്ട് അവൾ നമ്മുടെ ഊർജ്ജമാണ്. എല്ലാ തരത്തിലും അവളാണ് നമ്മുടെ ഊർജ്ജം. ഭാര്യയാണ് വസ്ത്രം തിരഞ്ഞെടുക്കുന്നതൊക്കെ. അതെ, എല്ലാ കാര്യങ്ങളിലും നമ്മള് ഒരു സ്ത്രീകൾക്ക് സാധാരണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് വലിയ ഭയമുള്ള ആളുകളാണ്. അങ്ങനെ അവർക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്താൽ അത് കൂടുതൽ ഗുണകരമാകും. നമ്മുടെ ഉത്തരവാദിത്വം ഷെയർ ചെയ്യപ്പെടാൻ, പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യ അടക്കമുള്ളവരാണെങ്കിൽ അത് ഭയങ്കര സംതൃപ്തി. മക്കളാണെങ്കിലും താല്പര്യം ഇല്ല, 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. മൂത്തവള് മംഗലാപുരം എനപ്പോയ കോളേജിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കമ്പ്യൂട്ടർ സയൻസും പഠിക്കുന്നു. ഈ വർഷമാണ് കൊണ്ട് ചേർത്തത്, പഠിക്കുന്നു. ഇളയ മോള് 10th പഠിക്കുന്നു.
ഈ മീൻ കൃഷിക്കാരോടായിട്ട് എന്തെങ്കിലും നമുക്കൊരു ഇത് പറഞ്ഞു കൊടുക്കാനുണ്ടോ? ഇത് ചെയ്യാൻ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു അതായത് പിന്നെ നമ്മള് നമുക്കിപ്പോ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് ആളുകളുടെ കുടിയേറ്റവും വളരെ കൂടുതലാണ്. കൂടുതലാണ്. അത് പഠനാവശ്യത്തിൽ പോകുന്ന കുട്ടികൾ അവിടെ പോയി അവിടുത്തെ സ്വാതന്ത്ര്യം മറ്റും അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതവും അവിടെ ആക്കാൻ തീരുമാനിച്ചാണ് പോകുന്നത്. ഒരു വർഷം 2.5 ലക്ഷത്തിൽ പരം ആളുകൾ പൗരത്വം ഉപേക്ഷിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. സത്യത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്, സ്വന്തം നാട്ടിൽ പണിയെടുത്ത് ആ വരുമാനം നമ്മുടെ രാജ്യത്തിലെ മണി സർക്കുലേഷനകത്ത് പെട്ട് അതിൽ നിന്നും നമ്മുടെ വരുമാനത്തിൽ നിന്നും മറ്റൊരാൾക്ക് തൊഴിൽ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് ഈ രാജ്യസ്നേഹത്തിന്റെ നിർവചനത്തിൽ എൻ്റെ കാഴ്ചപ്പാടാണ്. ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് എപ്പോഴും പറയുമെങ്കിലും പലപ്പോഴും നമുക്ക് പല പണികളും ആളുകൾ കാണുക ചെയ്യാൻ, പ്രത്യേകിച്ചും ശാരീരിക അധ്വാനം വേണ്ട ജോലികൾ മറ്റുള്ളവർ കാണുക ചെയ്യാനോ അല്ല അതൊരു ഉപജീവന മാർഗമായിട്ട് സ്വീകരിക്കാനൊക്കെ വലിയ മടിയാണ്. എസ്പെഷ്യലി നല്ല വിദ്യാഭ്യാസ ഒരു യോഗ്യത ഉള്ള ആളുകൾക്ക് നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മേലോട്ട് പോകുന്തോറും ഈ ശാരീരികമായി ചെയ്യേണ്ട തൊഴിലുകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ള നമ്മുടെ ഒരു രീതി. ഇവിടെ ഒരാൾ MA എക്കണോമിക്സ് നല്ല രീതിയിൽ പാസ്സായി, അത് നല്ല മാർക്ക് നേടി നല്ല രീതിയിൽ അധ്യാപകനായി കുറേ കാലം തുടർന്നു, സർക്കാർ സർവീസ് ജോലി കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ശാരീരികമായിട്ട് അധ്വാനിക്കേണ്ട കാര്യമില്ല. കാരണം എത്ര തൊഴിലാളികളെ വേണമെങ്കിലും നിയോഗിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി. പക്ഷേ എങ്കിലും അദ്ദേഹം ആ ജോലി തന്നെത്താനെ ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തുന്നു. ഒരു മികച്ച മാതൃകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ, ലോകത്തിൻ്റെ പല ഭാഗത്ത്, യൂറോപ്പിലും മറ്റും ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ടെങ്കിലും കേരളത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ വളരെ കുറവാണ്. അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്, പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്.